ഞാൻ തമ്മിലൈന് ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സൽ ലാപ്പ് ഇറന്ന ഈ ഒരു ആപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പിക്സൽ ലാപ്പ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമേജിൻ്റെ സൈസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല ഇതുപോലെ 3 ഡോട്ട് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. 5ാമത്തെ ഓപ്ഷനാണ് ഇമേജ് സൈസ്. അതൊന്ന് ക്ലിക്കാക്കിയതിന് ശേഷം ഇതുപോലൊരു പേജായിരിക്കും കേട്ടോ വരുന്നത്. കസ്റ്റം എന്ന് പറയുന്ന ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ആ ആരോ മാർക്കുമ്പോൾ നെക്കി കൊടുത്താൽ ഇതുപോലൊരു പേജും കൂടി വരും കേട്ടോ. ഇതിൽ നമുക്ക് യൂട്യൂബ് തമ്പിലൈൻ എന്ന 5ാമത്തെ ഓപ്ഷനിൽ പോയി കണ്ട് നെക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഓക്കെ എന്ന ബട്ടൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ യൂട്യൂബിൻ്റെ ബാനർ ചെയ്യാനും ടിക്ടോക്കിൽ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് തമ്പനയിൽ എന്ന ഓപ്ഷനാണ് നെക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതുമ്പോൾ പോയി നെക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് തമ്പനയിലിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കാം. അപ്പോൾ താഴെ കണ്ടില്ല ഇതുപോലെ ഒരു ബോക്സിലൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കിൽ